നിർധനശ്രീയുടെ വീടിന്റെ അതിര് കവർന്ന അധികാരികൾ വീട്ടിൽ നിന്നും ഇറങ്ങാനുള്ള വഴിയും നിഷേധിച്ചു. ആലത്തൂർ സ്വാതി ജംഗ്ഷന് സമീപം ബാങ്ക് റോഡിനും കിണ്ടിമുക്കിനുമിടയിലാണ് ഈ ദയനീയ കാഴ്ച. തനിച്ചാണ് സുഭദ്ര താമസിക്കുന്നത്. വീട്ടിലാകെ തുണയായുണ്ടായിരുന്ന അമ്മയും ഏതാനും മാസം മുമ്പ് മരണമടഞ്ഞു. അമ്മയുടെ മൃതശരീരം പുറത്തേക്കിറക്കാൻ വഴിയില്ലാതെ അടുത്ത വീടിന്റെ പറമ്പിലൂടെയാണ് കൊണ്ടുപോയത്. ഇപ്പോൾ സുഭദ്രയ്ക്ക് പോലും പുറത്തിറങ്ങാൻ വഴിയില്ലാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾക്ക് ഇവിടെ 2 വർഷമായിട്ട് ഈ സ്റ്റെപ്പ് എടുത്തിട്ട് പോയതിന് ശേഷം ഇവിടെ വഴികളൊന്നും ഇല്ലാണ്ട് ഞങ്ങളെ അടുത്തവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ വീട് ഇപ്പോൾ എപ്പോൾ വീടെന്ന് അറിയില്ല. ഒരു വീട്ടിൽ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തവൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. ചുറ്റി വളഞ്ഞിട്ടപ്പോൾ ഞങ്ങൾ വെള്ളത്തിന് പോകുകയാണെങ്കിലും ഒരു വീട്ടിലേക്ക് വരികയാണെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് പലവരും പറയുന്നത് ഞങ്ങൾ ഇതിൽ കൂടെ നടക്കണ്ടാണ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് കെട്ടിത്തരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല കാര്യമെന്ന് ഞാൻ പറയുന്നത്. അടുത്ത വീട്ടുകാരെ എത്രകാലം ആശ്രയിക്കാനാകും? റോഡിൽ നിന്ന് 10 അടിയോളം ഉയരത്തിലാണിപ്പോൾ വീട്. ഇവരോട് ഈ ക്രൂരത കാട്ടിയത് ദേശീയപാത അധികൃതരും പഞ്ചായത്ത് അധികാരികളുമാണ്. ഞങ്ങൾക്ക് ആകെ ഒരു സ്റ്റെപ്പിന് ഉണ്ടായിരുന്നുള്ളൂ. ആ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഈ സ്റ്റെപ്പില്ല പറഞ്ഞു കഴിഞ്ഞാൽ കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. പറഞ്ഞപ്പോൾ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും കൂടി വന്ന് നിന്നിട്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തായാലും സൈഡ് കെട്ടി തന്നില്ലെങ്കിൽ സ്റ്റെപ്പ് എന്തായാലും ഇട്ടുതരാം എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. പക്ഷേ ഈ 2 വർഷമായിട്ട് അവരൊരു സ്റ്റെപ്പ് പോലും ഇട്ട് തരുന്നില്ല. അത് ഞങ്ങൾക്ക് അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ട്. മഴ പെയ്യുമ്പോൾ പേടിയാണ്. ചിലപ്പോൾ വീടെല്ലാം കൂടി താഴേക്ക് വരുമോ, എങ്ങനെ മഴ പെയ്യുമ്പോൾ വഴുക്കൽ എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഓട് വീടാണ്, അത്രയ്ക്ക് സ്ട്രോങ് ഉള്ള വീടൊന്നും അല്ലല്ലോ. താഴത്തേക്ക് വരുമോയെന്ന് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. ദേശീയപാതയ്ക്കായി സർവീസ് റോഡിന് വീടിന്റെ അല്പം ഭൂമി വിട്ടുതന്നാൽ വീട്ടിലേക്ക് കയറാനും ഇറങ്ങാനും ഭിത്തിയും കൽപ്പടിയും കെട്ടിത്തരാമെന്നായിരുന്നു വാഗ്ദാനം. ഇതനുസരിച്ച് 2 സെന്റോളം സുഭദ്ര സ്വന്തം ഭൂമി വിട്ടു നൽകുകയും ചെയ്തു. ബാക്കിയുള്ള 3 സെന്റിലാണ് ഓടിട്ട വീടിൽ ഇവർ കഴിയുന്നത്. വീടാകട്ടെ ഇടിഞ്ഞു വീഴാറായ നിലയിലും. ഇനി ആരോടാണ് പരാതി പറയേണ്ടതെന്നറിയാത്ത അവസ്ഥയിൽ നീറുകയാണ് അവിവാഹിതയായ സുഭദ്ര. കല്യാണമൊന്നും കഴിക്കാത്ത ഞാൻ മാത്രമേ ഇപ്പോൾ താമസിക്കുന്ന. അമ്മ അപ്പം മരിച്ച് 1 വർഷമായി. എത്രമാത്രം ഞങ്ങൾ ബുദ്ധിമുട്ടി. അമ്മയ്ക്ക് അസുഖമൊക്കെ ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ എല്ലാവരും അടുത്ത വീട്ടിൽ കൂടെയൊക്കെ കൊണ്ടുപോയത്. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ആരും ഇല്ല അവിടെ സഹായത്തിന്. അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയും ചെയ്യാമെന്നാണ് കണ്ടായത്. UTV ന്യൂസ്, പാലക്കാട്.